ഈ കാലയളവിൽ ശാലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടു. അനേക കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം കടന്നു വന്നു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അനേകരെ ദൈവം ഈ ശുശ്രൂഷ വഴിയായി അനുഗ്രഹിച്ചു. അങ്ങനെ ഏറെ അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ അവർ ശാലോമിലേക്ക് എഴുതി അറിയിക്കുകയുണ്ടായി. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും കത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് കേൾക്കുക. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ ജോർജ് കുട്ടി VM. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു നൈറ്റ് വിജിലിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഓരോ ആദ്യ വെള്ളിയാഴ്ചയിലും നടക്കുന്ന അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, അതുപോലെ തന്നെ അനേക കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ ഇന്നും നൈറ്റ് വിജിലിലൂടെ ജീവിക്കുകയാണ്. അത്ഭുതങ്ങളിലൂടെ അവിടെ നിന്നും ജീവിക്കുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിന് കർത്താവ് ഈ കാലങ്ങളിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ, നൈറ്റ് വിജിലിലൂടെ നിരവധിയായ നന്മകൾ നൽകിയിട്ടുണ്ട്. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന് എല്ലാ കാലങ്ങളിലും സാക്ഷികളായി മാറണം, നന്ദിയുള്ളവരായി മാറണം, ദൈവത്തെ ദൈവമായി ആരാധിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നവരായി നമ്മൾ മാറണം. ആരാധനാ സമൂഹമായി നാം ഓരോരുത്തരും മാറണം, നമ്മുടെ കുടുംബങ്ങൾ മാറണമെന്നാണ് ഈ രോഗശാന്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അനുഗ്രഹങ്ങളിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ധനായ വ്യക്തി ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മകന് കാഴ്ച നൽകി ദൈവം അനുഗ്രഹിച്ചു, കർത്താവ് അനുഗ്രഹിച്ചു. തനിക്ക് കാഴ്ച കിട്ടി എന്നറിഞ്ഞപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ആ മകൻ. ഇത് കണ്ടു നിന്ന ആ ജനസമൂഹവും ദൈവത്തെ ആരാധിക്കുകയാണ്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് കൂനിയായ സ്ത്രീക്ക് ലഭിക്കുന്ന സൗഖ്യം. 18 വർഷക്കാലത്തോളം ഒരാത്മാവ് ബാധിച്ചതിൻ്റെ ഭാഗമായി രോഗിയായി തീർന്ന കൂനിപ്പോയ സ്ത്രീ, അവരെ കർത്താവ് തൊട്ടു. ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകിയപ്പോൾ നുവർന്ന് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, സമരയാക്കാരി സ്ത്രീ, അവര് കർത്താവിനെ കണ്ട് അനുഭവിച്ചപ്പോൾ, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ യേശു അനുഭവത്തിൽ അവർ പട്ടണത്തിലേക്ക് ഓടുകയാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി. അപ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ്, അവിടുത്തെ ആരാധന അർപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതിനാൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 103:2 പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത് എന്ന്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയാനന്ദത്തോടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും കർത്താവ് ചുരിഞ്ഞ സ്നേഹത്തിന്, അനുഗ്രഹത്തിന്, വിടുതലിന് നന്ദി പറയാൻ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് നൽകിയ സൗഖ്യത്തെ ഓർത്ത്, നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു, അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു, എല്ലാ ദാനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു, വിടുതലിനെ ഓർത്ത് നന്ദി പറയുന്നു, സന്തോഷത്തെ ഓർത്ത് നന്ദി പറയുന്നു, സമാധാനത്തെ ഓർത്ത് നന്ദി പറയുന്നു, അവിടുന്ന് നൽകിയ പ്രത്യാശയോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഭൗതിക മേഖലകളിലെ, ആത്മീയ മേഖലകളിലെ ഞങ്ങളുടെ കുടുംബത്തിന് ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത്, എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിടും. ചേർന്ന് ദൈവം നൽകിയ നന്മകൾക്കായി സന്തോഷത്തോടെ പാടാം. ദൈവമേകിയ സൂനുവെ പാപി എനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് സങ്കീർത്തനങ്ങൾ 66:1 പറയുന്നു, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവാമെന്നെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം നൽകി എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. ആദ്യത്തെ കത്ത് കോട്ടയത്ത് നിന്നും ജിനു ജെയ്സൺ എഴുതിയതാണ്. 2017 ജനുവരി 28 ബൈക്ക് ആക്സിഡന്റിൽ എൻ്റെ ഭർത്താവ് ജെയ്സന് തലയ്ക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റു. 18 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടേഴ്സിന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയായിരുന്നു. ശാലോമിൽ വിളിച്ചു പറയുകയും നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫെബ്രുവരി മാസത്തിലെ നൈറ്റ് വിജിലിൽ വീട്ടിലിരുന്ന് കൂടുകയും വിഷയം എഴുതി വെച്ച് ആരാധനാ സമയത്ത് പ്രാർത്ഥിക്കുകയും വിടുതൽ കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. തലയ്ക്ക് 2 സർജറി നടന്നു. ഡോക്ടർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത കേസായിരുന്നു. ആദ്യത്തെ സർജറി കഴിഞ്ഞ് 5% പ്രതീക്ഷയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസം കഴിഞ്ഞപ്പോൾ നടക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സാധാരണ പോലെയായി. ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലോം ഗ്രൂപ്പിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 32:27 വചനം പറയുകയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നമുക്ക് വലതുകരം ഉയർത്തി ഈ വചനം ഒന്ന് പറയാം. ജെറമിയ 32:27, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കത്തിൽ നിന്ന് കാണുന്നത് ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ ബൈക്ക് ആക്സിഡന്റ് മൂലം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് 18 ദിവസം വെന്റിലേറ്ററിലായിരിക്കുകയാണ്. 2 സർജറികൾ തലയ്ക്ക് നടത്തുന്നു. സർജറിക്ക് ശേഷം ഡോക്ടർ പറയുകയാണ് 5% പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നർത്ഥം, രക്ഷപ്പെടില്ല എന്നർത്ഥം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ കുടുംബം
ഫെബ്രുവരിയിലെ തൊട്ടടുത്ത മാസത്തിലെ നൈറ്റ് വിജിലിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്തൊരു കാര്യം, അവരുടെ ഈ വിഷയത്തെ അവരെ ഒരു കത്തായിട്ട് എഴുതി വെച്ചു യേശുവയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ച് അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. വൈദ്യശാസ്ത്രത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മകൻ ജീവനിലേക്ക് തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഗാനം ആലപിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ അടിച്ചു പാടാം. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? തന്നതെല്ലാം ദാനമല്ലോ, തമ്പുരാന്റെ സ്നേഹമല്ലോ, നന്ദി ചൊല്ലി പാടിടും ഞാൻ, നന്മയെന്നും ഓർത്തിടും ഞാൻ. ഇനി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒന്നിച്ചു പാടാം സ്തുതി സ്തുതി സ്തുതി. ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? ഇതുവരെ ദൈവം തന്ന ദാനമെല്ലാം ഓർക്കുമ്പോ സ്തുതി സ്തുതി എന്ന് ചൊല്ലി പാടാതിരിക്കാനാവുമോ? അടുത്ത കത്ത് സൗദി അറേബ്യയിൽ നിന്നും ജോക്കുട്ടി സേവ്യർ ആണ് ഈ കത്തെഴുതുന്നത്. 2004 വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾ പല ചികിത്സകളും നടത്തിയിരുന്നു. ഒന്നും ഫലം കണ്ടില്ല. ശാലോം പ്രാർത്ഥനയ്ക്കായി വിഷയം അറിയിക്കുകയും നൈറ്റ് വിജിലിൽ TV സ്ക്രീനിൽ തൊട്ടു പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 2011 ജൂലൈ 28 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷം 2015 ഒരു മോനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഏറ്റുപറയാം. ഏശയ്യ 28:8 സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം, ഈ ദമ്പതികൾ 2004 വിവാഹിതരായി. എന്നാൽ 7 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പല ചികിത്സകൾ അവർ നടത്തി. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശാലോമിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും നൈറ്റ് വിജിൽ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തോടെ അവർ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഈ നൈറ്റ് വിജിലിൻ്റെ സ്ക്രീനിൽ, TV സ്ക്രീനിൽ തൊട്ടുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അവരുടെ കണ്ണീർ അവിടുന്ന് തുടച്ചു നീക്കി. അവരെ ആ സമൂഹത്തിൽ അവമാനത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഒന്നല്ല 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട്. ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എൻ്റെ പേര് ഏലിയാമ്മ. വീട് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ മകൻ ബേസിലിനു വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്. 7 വർഷമായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അനേകം ടെസ്റ്റുകൾ എഴുതി. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ 6 പ്രാവശ്യം ടെസ്റ്റ് എഴുതി. ഒരിക്കൽ പോലും വിജയിച്ചില്ല. 7ാം പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ശാലോ നൈറ്റ് വിജിൽ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു.
36 ഒഴിവുകൾക്ക് വേണ്ടി 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും തുടർന്നും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 4 ഘട്ടങ്ങളും കഴിഞ്ഞ് 2016 ഒക്ടോബർ മാസം 24-ന് എൻ്റെ മകൻ ആ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനം നമുക്ക് ഏറ്റുപറയാം. തോബിത്ത് 7:17. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബേസിൽ എന്ന് പറയുന്ന ഈ മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 7 വർഷമായി ഒരു ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതുകയാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് അവൻ 6 ടെസ്റ്റുകൾ എഴുതി. 6ലും പരാജയപ്പെട്ടു. ഈ 6ലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ശാലോം നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അങ്ങനെ വീണ്ടും 7ാമത് അവൻ പരീക്ഷ എഴുതുകയാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ അവൻ വിജയിയാകുന്നു. പിന്നീട് 3 ഘട്ടങ്ങൾ കൂടിയുണ്ട്. അവർ വീണ്ടും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ശാലോമിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോ ഘട്ടത്തിലും അപേക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവൻ എല്ലാ പരീക്ഷകളിലും പാസ്സായി. കഴിഞ്ഞ ഒക്ടോബറിൽ അവൻ ജോലിക്ക് പ്രവേശിച്ചു. ഒത്തിരി അസ്വസ്ഥതയുണ്ടായിരുന്ന, ഒത്തിരി വേദനിച്ചിരുന്ന ആ കുടുംബത്തിന് ആ മകൻ്റെ ജോലിയിലൂടെ വലിയ ആശ്വാസമേകി ദൈവം അനുഗ്രഹിച്ചു. ആ നല്ല ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് പാട്ടുപാടി മഹത്വപ്പെടുത്താം. വല്ലഭനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. വല്ലഭനെ വാഴ്ത്തിടാം, മഹിമപ്രതാപനവൻ. ഹല്ലേലൂയ, രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താദി കർത്തനവൻ. ഉയർത്തിയടിക്കാം. ഹല്ലേലൂയ, രാജാധിരാജനവൻ, യൂദാതൻ സിംഹമവൻ, കർത്താദി കർത്തനവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണൂരിൽ നിന്ന് തങ്കം ജോർജ് എഴുതുന്ന കത്താണ്. ഞാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. 2017 ഫെബ്രുവരി 17-ന് എൻ്റെ വീട്ടിൽ വളർത്തുന്ന നായ എന്നെ കടിക്കുകയുണ്ടായി. നായയുടെ കാല് കൂടിനുള്ളിൽ ഉടക്കിയപ്പോൾ അതിൽ നിന്നും വിടുവിക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് നായ എൻ്റെ കയ്യിൽ കടിച്ചത്. കുത്തിവയ്പ് എടുത്തു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതു മുതൽ എൻ്റെ ശരീരം മുഴുവൻ നീര് കയറാൻ തുടങ്ങി. ഇത് പറഞ്ഞ് പല ഡോക്ടർമാരെ കണ്ടു. അവർ പലവിധത്തിലുള്ള പരിശോധനകൾ നടത്തി. പക്ഷേ രോഗമെന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരി 17 മുതൽ ഇങ്ങോട്ട് അസ്വസ്ഥതയുടെ രാത്രികളായി മാറി. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെല്ലാം ഞാൻ നൈറ്റ് വിജിൽ കൂടുന്നുണ്ടായിരുന്നു. ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ ജൂണിൽ ഞാനൊരു തീരുമാനമെടുത്തു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ജൂണിലെ നൈറ്റ് വിജിലിൽ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു. ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തിലെ നീര് അവർക്ക് സംഭവിച്ചതുപോലുള്ള സൗഖ്യത്തിലേക്ക് വന്നാൽ ഞാനും നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്താം. എന്തായാലും ജൂണിലെ നൈറ്റ് വിജിലിൽ തന്നെ എൻ്റെ നീര് സൗഖ്യപ്പെടാൻ തുടങ്ങി. വീണ്ടും തുടർച്ചയായി ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലും ഇതേ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതോടെ എൻ്റെ ശരീരത്തിലുള്ള നീര് പൂർണ്ണമായും സുഖപ്പെട്ടു. ഇപ്പോൾ നീരിൻ്റെ ഒരംശം പോലും എൻ്റെ ശരീരത്തിലില്ല. എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തിയ പൊന്നേശുവിന് കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറയാം. യേശയ്യ 58:9 വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ച്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, തങ്കം ജോർജിന്റെ ഈ കത്തിൽ പറയുന്നത്, ഇവർ സ്ഥിരമായിട്ട് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരുടെ വളർത്തുനായ അവരെ കടിക്കുന്നത്.
കുത്തിവയ്പ്പ് നടത്തുകയും ചികിത്സ നടത്തി. എങ്കിലും ശരീരം മുഴുവൻ നീര് കയറുവാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് പരിശോധിച്ച രോഗമെന്തെന്ന് മനസ്സിലായില്ല. ഈ ദിവസം മുതൽ അവർക്ക് രാത്രിയിൽ ഉറങ്ങാത്ത രീതിയിൽ നീരും വേദനയുമായി. അവർ പറയുകയാണ്, അവർ സ്ഥിരം നൈറ്റ് വിജിൽ കൂടുന്നത് കൊണ്ട് തന്നെ പിന്നീട് വരുന്ന 3 മാസങ്ങളിലും അവർ നൈറ്റ് വിജിൽ പങ്കെടുത്തു. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് സൗഖ്യമൊന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ജൂണിൽ നടക്കുന്ന നൈറ്റ് വിജിലിൽ ഈ സാക്ഷ്യത്തിൻ്റെ സെക്ഷൻ അവർ കേൾക്കുന്നത്. അനേകർക്ക് കർത്താവ് നൽകിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ, വിടുതലിൻ്റെ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ അവർ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വലിയൊരാഗ്രഹം കടന്നു വരികയാണ്. എനിക്കും പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. കർത്താവിൻ്റെ മുൻപിൽ ഒരു നിബന്ധന വെച്ചു, കർത്താവേ, ഈ സാക്ഷ്യം പറയുന്ന ഈ മക്കള് ഇവരെ പോലെ ഞാനും സാക്ഷ്യപ്പെടുത്താം, എനിക്കും സൗഖ്യം തന്നാൽ. എൻ്റെ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നു കഴിഞ്ഞാൽ ഞാനും സാക്ഷ്യപ്പെടുത്താം. വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു. ആ ജൂണിലെ നൈറ്റ് വിജിൽ തൊട്ട് അവരുടെ നീര് കുറയുവാൻ തുടങ്ങി. അവർ പ്രാർത്ഥന നിർത്തിയില്ല. പിന്നീട് വന്ന 2 മാസവും ഈ നിയോഗം വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. തളരാതെ പ്രാർത്ഥിച്ചു, മടുക്കാതെ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു, പൂർണ്ണമായി സൗഖ്യം നൽകി ആ മകളെ അനുഗ്രഹിച്ചു. നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടുക്കിയിൽ നിന്ന് മഞ്ജു ജെയ്സ് എഴുതുന്ന കത്താണ്. എൻ്റെ നാത്തൂന് പ്രസവ സമയമെടുത്തപ്പോൾ പനി മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായി. വിട്ടുവിട്ട് പനിയുള്ളതിനാൽ പ്രസവത്തിന് താമസം നേരിട്ടു. 7-ാം ദിവസം കിടന്ന ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ പോകേണ്ടി വന്നു. അവിടെയും പനി മാറാത്തതിനാൽ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സീരിയസ് ആണെന്ന് ഫോൺ വന്നപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ നിന്നും ആശുപത്രിയിൽ ചെന്നു. എല്ലാവരും കരച്ചിൽ മാത്രം. അമ്മയും കുഞ്ഞും മരിച്ചു പോകുമെന്ന് ഉറപ്പായി. ഇനി കാണാൻ പറ്റുമോ എന്നുള്ള ഭയത്താൽ വിദേശത്തുള്ള ഭർത്താവിനെ വിളിച്ചു വരുത്തി. ഇതേ സമയം ഞാൻ ശാലോമിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം ഉച്ചയാകാറായപ്പോൾ സുഖപ്രസവം നടന്നു. ആ സമയത്ത് മാത്രം പനിയില്ലായിരുന്നു. ഓപ്പറേഷന് വേണ്ടി വന്നില്ല. 5-ാം ദിവസം ഒരു കുഴപ്പവുമില്ലാതെ അവർ ഡിസ്ചാർജായി. ശാലോമിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച യേശുവിന് നന്ദി, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഏറ്റുപറയാം. യേശയ്യ 65:24. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മകൾ പറയുന്ന സാക്ഷ്യം, പ്രസവ സമയമായപ്പോൾ ആ മകൾക്ക് ഉണ്ടായ പനിയാണ്, വിട്ടുവിട്ടുള്ള പനി. അതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് നടക്കുന്നില്ല. ഡോക്ടേഴ്സിന് പനി നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അവിടെയും ഡോക്ടേഴ്സ് നിസ്സഹായരായി നിൽക്കുകയാണ്. അപ്പോൾ അമ്മയും കുഞ്ഞും മരിച്ചു പോകുമോ എന്നുള്ള ഭയം. യാതൊരുവിധ പ്രതീക്ഷയും ഡോക്ടേഴ്സ് പറയുന്നില്ല. ഒന്നെങ്കിൽ കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ രണ്ടുപേരും മരിക്കുവാനുള്ള സാധ്യത. ദിവസങ്ങൾ കടന്നു പോകുന്നു. തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു നോക്ക് കാണുവാൻ ഇനി കഴിയുമോ എന്നുള്ള ഭയത്താൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ മകൾക്ക് തോന്നുന്നത്, ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം തേടാം. അവർ ശാലോമിലേക്ക് വിളിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞു. അവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ശാലോമിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം തന്നെ ഉച്ചയായപ്പോൾ ആ മകള് നോർമലായി പ്രസവിക്കുകയാണ്.
ആ പ്രസവ സമയത്ത് മാത്രം അവരുടെ പനി വിട്ടു നിന്നു. അത്ഭുതകരമായി അവരുടെ ജീവിതം, അവരുടെ അമ്മയും കുഞ്ഞും സുഖമായി 5-ാം ദിവസം ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ ഈ വലിയൊരു രോഗസൗഖ്യത്തെ ഓർത്ത്, അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്കൊന്നു ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആവിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആവിൻ ഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതുപോലെ നൂറുകണക്കിന് സാക്ഷ്യത്തിൻ്റെ കത്തുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തുവാനുമായിട്ട് ഈ കത്തുകളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാനിതിൽ കാണുന്നത്, ഈ കത്തുകളിൽ നിന്ന് കാണുന്ന 2 പ്രത്യേകതകൾ. ഒന്ന്, ഈ വ്യക്തികളിൽ പലരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെതായ ഏതെങ്കിലും ഒരു അടയാളം അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആരാധനയുടെ സമയത്ത് അവർ കത്തെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ TV സ്ക്രീനിൽ മുട്ടുകുത്തി നിന്ന് അതിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള ഓരോ പ്രത്യേകതകളെ, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ശുശ്രൂഷയുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ആരാധനയുടെ നിമിഷത്തിൽ രോഗശാന്തി നടക്കുന്നുണ്ട്. അതുപോലെ ഈ സാക്ഷ്യം പറയുന്ന സമയങ്ങളിൽ രോഗശാന്തി നടക്കുന്നുണ്ട്. വചന ശുശ്രൂഷയുടെ സമയങ്ങളിൽ രോഗശാന്തി നടക്കുന്നുണ്ട്. ജപമാലയുടെ സമയങ്ങളിൽ രോഗശാന്തി നടക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് എന്നുള്ള സത്യം നമുക്ക് ഓർക്കാം. ദൈവം നൽകിയ ഈ ദാനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെയും അതുപോലെ ഇവിടേക്ക് കത്തുകൾ അയച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും വിവിധ ആവശ്യങ്ങളെ, നൊമ്പരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഓ കർത്താവേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ മുറിവേറ്റ കരങ്ങളാൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ ഒന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശാലോമിനെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി, ഈ ലോകത്തെ ഒരുക്കുവാൻ വേണ്ടി ദൈവം ശാലോമിനെ നിയോഗിച്ചിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവം വഴി തുറന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാലോമിന്റെ ശുശ്രൂഷകളും ഈ കാലഘട്ടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാന്, തിന്മയുടെ ആക്രമണങ്ങൾ ഉണ്ടാകാതെ ഈ ലോകത്തിൽ നിന്നും തിന്മയെ തുടച്ചു നീക്കുവാൻ വേണ്ടി കർത്താവിന്റെ വചനവുമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവാനുള്ള ശക്തിയും കൃപയും ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകർക്കും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മിനിസ്ട്രിയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലുതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ കർത്താവേ, ശാലോമിന്റെ ഇന്റർനാഷണൽ
ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായി അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യണമേ, അവരെ സംരക്ഷിക്കണമേ, ഭൂമിയുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. അഭിഷേകം നൽകി, ശക്തി നൽകി അവരെ നയിക്കണമേ. വചനത്തിന്റെ പ്രവാചകരാക്കി അവരെ മാറ്റണമേ. കർത്താവേ, ലോക സുവിശേഷവൽക്കരണം ശാലോമിലൂടെ സംഭവിക്കുവാൻ ഇടയാകട്ടെ. അതിനുള്ള അഭിഷേകം ശാലോമിന് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോമിന്റെ നേതൃത്വ നിരയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ സംരക്ഷിക്കണമേ, അവരെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയമായ ജ്ഞാനത്താൽ ശാലോമിന്റെ നേതൃത്വത്തെ അഭിഷേകം ചെയ്യണമേ. കുറവുകൾ കൂടാതെ ശാലോമിനെ നയിക്കുവാൻ കൃപ നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. പ്രോഗ്രാമുകളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, സൗജന്യമായി ശാലോം ടിവിയുടെ വിതരണം നിർവഹിക്കുന്ന എല്ലാ കേബിൾ നെറ്റ്വർക്കുകളെയും DTH സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ, ശാലോമിനെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ശാലോം ടൈംസ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം തമിഴ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈഡിങ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ജർമ്മൻ മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോഫിയ ബുക്സിനെ അനുഗ്രഹിക്കണമേ. സോഫിയ ടൈംസിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോമിനെ പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് കരുണയോടെ കാണണമേ. അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, പുതിയതായി SPF-ലേക്ക് അനേകര് അംഗങ്ങളായി കടന്നു വരുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ ഏജന്റുമാരെയും അനുഗ്രഹിക്കണമേ. നിസ്വാർത്ഥമായി അങ്ങേക്ക് വേണ്ടി സമർപ്പണത്തോടെ അധ്വാനിക്കുന്ന എല്ലാ ഏജന്റുമാരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശാലോം പ്രയർ ഗ്രൂപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശാന്തിവാഹിനി ശുശ്രൂഷയെ ഇടവുകൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഡിസംബർ 10 മുതൽ ആരംഭിക്കുന്ന ശാലോം ഫെസ്റ്റിവലുകളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ,
ഭാരത സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ, സുവിശേഷത്തിന് വേണ്ടി ഉണർത്തണമേ. എല്ലാ സമർപ്പിതരെയും അവിടുന്ന് സംരക്ഷിക്കണമേ, അവിടുന്ന് നയിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.